വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ ക്യാപ്റ്റൻ, പുതിയ മുംബൈ. ഒരു ബോൾ ബാക്കി നിൽക്കെ 6 വിക്കറ്റിന്റെ അത്യുജ്വല വിജയം. ഇന്ന് ധർമ്മശാലയിൽ പഞ്ചാബ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിൽ ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് പഞ്ചാബിനെ ബാറ്റിംഗിന് അയക്കുന്നു. പഞ്ചാബിന് നേടാനായത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ്. ധർമ്മശാലയിൽ കഴിഞ്ഞ മത്സരത്തിലും പഞ്ചാബ് പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. എന്താണ് പഞ്ചാബിന് സംഭവിച്ചതെന്ന് ആരാധകർ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. വിജയ ട്രാക്കിലൂടെ എതിരാളികളില്ലാതെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു ടീം പിന്നീട് തുടരെ 5 പരാജയങ്ങളുമായി ഇപ്പോഴും 4ാം സ്ഥാനത്താണ്. ഇനി പഞ്ചാബിന് പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും വിജയിച്ചേ മതിയാകൂ. 12 മത്സരം പൂർത്തിയാക്കിയ പഞ്ചാബിന് നിലവിലുള്ളത് 13 പോയിന്റുകളാണ്. ഇനി ഏറ്റുമുട്ടാനുള്ളത് RCBയും LSGയുമായിട്ടാണ്. 2 മത്സരങ്ങളിലും വിജയം നേടിയാൽ മാത്രമാണ് 17 പോയിന്റോടെ ഇനി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പഞ്ചാബിനാവുക. മുംബൈ തന്നെ പ്ലേ ഓഫിൽ നിന്ന് പുറത്താകൽ ഉറപ്പിച്ച മുംബൈ ഇന്ത്യൻസ് ഇന്ന് മത്സരം ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പുതിയ ക്യാപ്റ്റൻ ബുംറയുടെ കീഴിലായിരുന്നു ഇന്ന് മുംബൈ ഇന്ത്യൻസ് പോരിനിറങ്ങിയത്. പഞ്ചാബിന് വേണ്ടി പ്രഭ്സിമ്രാൻ സിംഗ് 50 നേടുകയുണ്ടായി. നല്ലൊരു തുടക്കമായിരുന്നു പഞ്ചാബിനെന്ന്. പക്ഷേ മധ്യനിര പാടെ തകർന്നുപോയി. ഷാർദുൽ താക്കൂറിന്റെ മികവുറ്റ ഒരു ബൗളിംഗ് പ്രകടനം തന്നെയായിരുന്നു പഞ്ചാബിനെ തകർത്ത് കളഞ്ഞത്. 4 ഓവറിൽ വെറും 39 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകളാണ് താക്കൂർ നേടിയത്. എന്നാൽ ഇന്ന് മലയാളി കൂടിയായ വിഷ്ണു വിനോദ് പഞ്ചാബിന് വേണ്ടി കളത്തിലിറങ്ങുന്നതും നമ്മൾ കണ്ടു. വിക്കറ്റുകൾ തുടരെ പോയപ്പോൾ ഇമ്പാക്ട് പ്ലെയറായിട്ടാണ്, അതും വിക്കറ്റ് കീപ്പറായ പ്രഭ്സിമ്രാൻ സിംഗിന് പകരമാണ് മറ്റൊരു വിക്കറ്റ് കീപ്പർ കൂടിയായ മലയാളി താരം വിഷ്ണു വിനോദിനെ കളത്തിലിറക്കുന്നത്. ഒരു 6ഉം ഒരു 4ഉം അടക്കം വിഷ്ണു വിനോദ് 8 പന്തുകളിൽ 15 റൺസാണ് നേടിയത്. ഒരു ഘട്ടത്തിൽ തകർന്നുപോയ പഞ്ചാബിനെ തിരികെ കൊണ്ടുവരുന്ന ഇന്നിംഗ്സുമായി ഇന്ന് ടീമിലെത്തിയ അസ്മത്തുള്ള മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും 4 6ഉം 2 4ഉം അടക്കം 17 പന്തിൽ 38 റൺസ് എടുത്താണ് അസ്മത്തുള്ള പുറത്തായത്. വാലറ്റത്തിൽ സേവ്യർ ബാറ്റ്ലറ്റും മികച്ച പ്രകടനം തന്നെയാണ് ബാറ്റിങ്ങിൽ കാഴ്ചവെച്ചത്. 7 പന്തുകളിൽ 18 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ആ 3 പേരുടെയും അവസാനത്തിലുള്ള പോരാട്ടം തന്നെയാണ് പഞ്ചാബിനെ 200-ലെത്തിച്ചത്. 200 മറികടക്കാനെത്തിയ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഓപ്പൺ ചെയ്തത് റിക്കൽട്ടനും രോഹിത് ശർമ്മയുമാണ്. രോഹിത് ശർമ്മ ഇന്ന് വളരെ നിരാശപ്പെടുത്തി. 26 പന്തുകളിൽ വെറും 25 റൺസ് എടുക്കാൻ മാത്രമാണ് ഹിറ്റ്മാൻ രോഹിത് ശർമ്മക്ക് ഇന്ന് സാധിച്ചത്. രോഹിത് ശർമ്മയുടെയും റദർഫോർഡിന്റെയും മെല്ലെപ്പോക്കുകളില്ലായിരുന്നെങ്കിൽ മുംബൈയുടെ വിജയം കുറച്ച് നേരത്തെയാകുമായിരുന്നു. 21 പന്തുകൾ നേരിട്ട റദർഫോർഡ് നേടിയത് 20 റൺസ് മാത്രമാണ്. 4 6ഉം 4 4ഉം അടക്കം 23 പന്തിൽ 48 റൺസ് എടുത്ത റിക്കൽട്ടൻ ഒരു വെടിക്കെട്ട് തുടക്കമാണ് മുംബൈ ഇന്ത്യൻസിന് നൽകിയത്. മുംബൈ ഇന്ത്യൻസിന് വിജയത്തിലേക്ക് നയിച്ചത് തിലക് വർമ്മയുടെ പോരാട്ടമായിരുന്നു. ഒട്ടും തളരാത്ത പോരാളിയായി നിന്നുകൊണ്ട് 33 പന്തുകളിൽ 75 റൺസാണ് നേടിയെടുത്തത്. സേവ്യർ ബാറ്റ്ലറ്റിനെ 6ലേക്ക് പറത്തിക്കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസിന്റെ വിജയം തിലക് വർമ്മ ആഘോഷിച്ചത്. അവസാന നിമിഷത്തിൽ ക്രീസിലെത്തിയ വിൽ ജാക്സും നല്ലൊരു പിന്തുണ തന്നെയാണ് തിലക് വർമ്മക്ക് നൽകിയത്. വിൽ ജാക്സ് 2 6ഉം 2 4ഉം അടക്കം 10 പന്തുകളിൽ നിന്ന് നേടിയത് 25 റൺസ്. ചാഹൽ ഇന്ന് കൃത്യമായി പന്തെറിഞ്ഞുകൊണ്ട് 3 ഓവറിൽ വെറും 12 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. എന്നാൽ അയാളുടെ 4ാം ഓവർ ബൗൾ ചെയ്യാനെത്തിയപ്പോൾ 20 റൺസ് വിട്ടുകൊടുത്തു. പഞ്ചാബിന് കളി നഷ്ടമാകുന്നത് ആ ഒരു ഓവറിലാണ്. പക്ഷേ വീണ്ടും പഞ്ചാബ് തിരിച്ചു വന്നു അസ്മത്തുള്ളയുടെ അഴകേറിയ ബൗളിങ്ങിലൂടെ. 24 പന്തുകളിൽ 52 റൺസ് വേണ്ടെടുത്ത് ബൗൾ ചെയ്യാനെത്തിയ അസ്മത്തുള്ള ആ ഒരു ഓവറിൽ വിട്ടുകൊടുത്തത് വെറും 2 റൺസ് മാത്രമായിരുന്നു. റദർഫോർഡിന്റെ വിക്കറ്റും നേടിയെടുത്തു. പിന്നീട് അങ്ങോട്ട് തിലക് വർമ്മയുടെയും വിൽ ജാക്സിന്റെയും പോരാട്ടമായിരുന്നു. ആ 18 പന്തുകൾ പൂർത്തിയാക്കാൻ കാത്തുനിന്നില്ല. ഒരു ബോൾ ശേഷിക്കെ 6 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയവുമായി പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ പുതിയ ടീമായി കൊണ്ട് മുംബൈ ഇന്ത്യൻസ് വിജയഗാഥ രചിച്ചു ധർമ്മശാലയുടെ മണ്ണിൽ. പാണ്ഡ്യയ്ക്ക് ശേഷം ക്യാപ്റ്റൻസി ഏറ്റെടുത്ത സൂര്യകുമാർ യാദവിനെയും മോശം ഫോമിന്റെ പേരിൽ പുറത്തിരുത്തുന്നു. ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ വളരെ കൃത്യതയോടെ നയിച്ച ബുംറയുടെ വിജയം കൂടിയാണ് ഈ 6 വിക്കറ്റിന്റെ വിജയം എന്ന് വേണം പറയാൻ. പ്ലേ ഓഫിൽ നിന്ന് പുറത്തായെങ്കിലും ഇന്നത്തെ വിജയത്തിൽ ആരാധകരും ആഹ്ലാദത്തിൽ തന്നെയാണ്. ശേഷിക്കുന്ന മത്സരങ്ങൾ കൂടി മുംബൈ ഇന്ത്യൻസിന് വിജയിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.